ഹായ്. ഞാന് ഇന്നലെ എൻ്റെ കുടുംബ അമ്പലത്തില് ഒരു പൊങ്കാല ഇടാനായിട്ട് പോയി. അത് 2012 തുടങ്ങിയത്. അന്ന് ആ ഇടയ്ക്ക് തന്നെ പ്രതിഷ്ഠാ ദിനമൊക്കെ ആയി. പഴയ അമ്പലമായിരുന്നു, അച്ചിരൂടി മുഴുത്തതൊക്കെ ആയിരുന്നു. അതിപ്പോ ചെറുതാക്കിയൊക്കെ എടുത്തു. അപ്പൊ ഭദ്രകാളി ഉണ്ട്, അന്നപൂർണേശ്വരി ഉണ്ട്. അന്നപൂർണേശ്വരിയാണ് അവിടെ ഇരുന്നത്, പക്ഷെ ഭദ്രകാളി ഉണ്ട്. അപ്പൊ ഞങ്ങള് 2012 തൊട്ട് ആ ദേവിക്ക് വേണ്ടിയിട്ട് പിന്നെ പൊങ്കാല ഇട്ടത്. അപ്പൊ അന്ന് കുറച്ച് ഞങ്ങളുടെ കുടുംബം കുറച്ച് പേര് 10-25 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 100 പേർക്ക് കൂടുതലുണ്ടെന്നാ തോന്നണേ. 100 കൂടുതലുണ്ടെന്ന് തോന്നണേ, എന്തെങ്കിലും 100ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയായിട്ട് പോണം. ഓരോ വർഷം ചെല്ലുന്തോറും കൂടി വരുന്നു. പിന്നെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചാലൊക്കെ പ്രാർത്ഥനയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പൊങ്കാല ചിലരുടെയൊക്കെ തിളച്ച് വരുന്നു, ചിലരുടെയൊക്കെ തിളച്ച് നേരത്തെ ഇല നന്നായിട്ടൊക്കെ ഇട്ടു. കുറെ പേരുടെ അങ്ങനെയൊക്കെ വരണു. ഇതെന്റെ സ്വന്തത്തിലുള്ള കുട്ടിയാണ്. അപ്പോ വേറെ ഒരുപാട് കുട്ടികള്, പെണ്ണുങ്ങള് എല്ലാരും ഉണ്ട്. ഇതൊക്കെ എന്റെ സ്വന്തത്തിലുള്ള കുട്ടികളും ഉണ്ട്, അയൽവക്കത്തുള്ളവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പോ അങ്ങനെ ഓരോ ഇതൊന്നുമില്ല, എല്ലാ ഹിന്ദുക്കൾക്കും ആർക്ക് വേണമെങ്കിലും പൊങ്കാല ഇടാം. അങ്ങനെ ഇതൊക്കെ ഈ കുടുംബത്തിലുള്ള പിള്ളേരും ഉണ്ട്. പിന്നെ ഇവിടെ 2 പ്രതിഷ്ഠകളാണ് ഉള്ളത്. ഒന്ന് മലപ്പുറത്തു നിന്നാണ് കൊണ്ടുവന്നത്, അന്നപൂർണേശ്വരി പടിഞ്ഞാട്ട് തിരിഞ്ഞായിരിക്കണത്, ഭദ്രകാളി കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണ ദേവിയുടെ 2 രൂപങ്ങളാണ്. അതില് ഭദ്രകാളിക്കാണ് ഈ പിന്നെ ഇത് പൊങ്കാല ഇടുന്നത്. അതിപ്പോ 2012 തൊട്ട് പൊങ്കാല ഇട്ട് ഒരു കുഴപ്പമില്ല, ഒന്നുമില്ലാതെ നല്ല ഡീസന്റ് ആയിട്ട് നടക്കുന്നു. പിന്നെ പൊങ്കാല ഇടുന്ന സ്ഥലത്ത് നല്ലോണം വെയിലുണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും ദേവിയുടെ ഒരു ഇതുകൊണ്ട്, ആ ഒരു ഭക്തി, ആ ഒരു ദേവിയുടെ കരുണ, അതൊക്കെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് ഞങ്ങളതൊക്കെ ഇട്ടു. ഒരു കുഴപ്പമില്ല. എല്ലാം കഴിഞ്ഞ് അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, കുടിക്കാനുള്ള വെള്ളം, ഭക്ഷണം ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെയൊക്കെ ആയിട്ടാണ് അവിടെ. ഇപ്പോ ചിലരുടെയൊക്കെ ഇച്ചിരി താമസിച്ചാണ് ഈ ഇതൊക്കെ തിളച്ചത് പൊങ്കാല, ചിലരുടെയൊക്കെ പിടിയുന്നായി. അപ്പോ അങ്ങനെയൊക്കെ ആയിട്ട് സുഖകരമായിട്ട് ഞങ്ങളുടെ പൊങ്കാലയൊക്കെ നന്നായിട്ട് നടന്നു. പിന്നെ ആ നിക്കണൊക്കെ കുട്ടികളൊക്കെ ഞങ്ങളുടെ സ്വന്തമുണ്ട്, അടുത്തുള്ള കുട്ടികളുണ്ട്, പെണ്ണുങ്ങള്, പ്രായമായ ആൾക്കാരുണ്ട്, ചെറുപ്പക്കാര്, കുട്ടികളുണ്ട്. എല്ലാവർക്കും വേണ്ടി, കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ഇട്ടതാണ്. പക്ഷെ ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം നടന്നു. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-ലും 2-ലും 3-ലും ഒക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ ഈ അമ്പലത്തിന്റെ പരിസരമൊക്കെ ചുമ്മാ കളിച്ചു നടക്കുമായിരുന്നു. അന്നൊക്കെ അമ്പലമൊക്കെ പൊളിഞ്ഞ് ഒരുമാതിരി ആയിരുന്നു കിടന്നിരുന്നത്. ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു. പിന്നെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറെയൊക്കെ കുടുംബം, അപ്പോ ഈ കുടുംബത്ത് ആരും നോക്കാറൊന്നുമില്ല, പൂജകളൊന്നും ഇല്ലാതെ നടക്കുമായിരുന്നു. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് പ്രശ്നം വെച്ച് നോക്കും. അന്നത്തെ കാലത്ത് ശരിക്കും നോക്കിയാൽ ഈ ദുർഗാദേവി അവിടെ ഇല്ലായിരുന്നു, അന്നപൂർണേശ്വരി ആയിരുന്നു. മലപ്പുറത്തുനിന്ന് വന്നതാണ് അമ്മുമ്മ. ആ അമ്മുമ്മയെ കൊണ്ടുവന്ന് ഈ അന്നപൂർണേശ്വരിയെ കൊണ്ടുവന്ന് ഇരുത്തിയതാണ്. പക്ഷെ അമ്പലം പണിത് വന്നപ്പോ അവിടെ ദുർഗാദേവിയാണ്. പിന്നെ അത് രണ്ടാമത് നോക്കിയിട്ടാണ് ഞങ്ങള് ഈ അന്നപൂർണേശ്വരി ഇരുത്തിയത്. അപ്പൊ 2 അമ്പലം, ഒന്ന് അന്നപൂർണേശ്വരി പടിഞ്ഞാട്ട് തിരിഞ്ഞും ദുർഗാദേവി കിഴക്കോട്ട് തിരിഞ്ഞുമാണ് ഇരിക്കണേ. അങ്ങനെ പിന്നെ അയ്യപ്പസ്വാമി, യക്ഷിയമ്മ, അങ്ങനെ നാഗരാജാവ്, അങ്ങനെയുള്ള കുറെ സർപ്പങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ സർപ്പം പാട്ടും അതും ഇതുമൊക്കെ നടത്തുന്ന കളമൊക്കെ ഇട്ട് നടത്തുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് പോണു. പിന്നെ എന്തെങ്കിലും നേർന്നു കഴിഞ്ഞാലൊക്കെ കാര്യങ്ങൾ അങ്ങനെ നടന്നു പോണു. 15 വർഷമായി പൊങ്കാല ഞാൻ ഇടാൻ തുടങ്ങിയിട്ട്. ഇന്ന് വരെ എനിക്കത് മുട്ട് വന്നിട്ടില്ല. എത്ര വയ്യെങ്കിലും, ഈ പ്രാവശ്യം എനിക്ക് തീരെ വയ്യായിരുന്നു. ഷുഗറും ഒക്കെ കൂടി 480 ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ദേവിയുടെ സഹായം കൊണ്ട് ഞാൻ രാവിലെ അവിടുന്ന് പോയി. അരൂരാണ് എൻ്റെ
ഈ കുടുംബ അമ്പലം വൈക്കത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് പോയിട്ട് ആ കാര്യങ്ങളെല്ലാം നടത്തി അടുപ്പുകളും ഓരോ വർഷം ചെല്ലുന്തോറും അടുപ്പുകൾ കൂടിയാ വരണത്. പിന്നെ ഈ കുട്ടിയുടെ പാട്ടൊന്നും നിങ്ങൾ കേട്ട് നോക്ക്. കണ്ടപ്പോ എനിക്ക് എൻ്റെ സ്വന്തത്തിലുള്ള കുട്ടി തന്നെയാണ്, ചെറിയ കുട്ടിയാ. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും ഞാൻ പിടിച്ചെടുത്തതാണിത്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്ക്. നല്ലതാണോ ചീത്തയാണോ എന്നറിയില്ല, ചെറിയ കുട്ടിയാണ്. കേട്ടപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും പുതിയ ഒരു ഇതിൽ കാണാം. ഓക്കെ. കൈ തൊഴാം.